ബിജെപിയുടെ പാലക്കാട് ജില്ലയിലെ നേതാവ് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലവെച്ചായിരിക്കും ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലൂടെ സിപിഎമ്മിനെ നോക്കിക്കാണുന്നത് അബദ്ധമാണ്. കാരണം അദ്ദേഹമാണല്ലോ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ കൂട്ടുകച്ചവടം നടത്തിയിട്ടാണല്ലോ 10,000 വോട്ടോളം ബിജെപി കോൺഗ്രസിന് മാറ്റിച്ചെയ്തത്. അത് ഇപ്പോ ഈ ബിജെപിയുടെ നേതാവ് അറിഞ്ഞുകൊണ്ട് നടന്ന കച്ചവടമല്ലേ? അദ്ദേഹത്തിന് കച്ചവടത്തിലാണ് താല്പര്യം. അയാൾക്കിങ്ങനെ കോടികളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ കച്ചവടം ചെയ്യുന്നവരെപ്പോഴും കോടികളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമല്ല പറയുക, രാഷ്ട്രീയ കാര്യങ്ങളല്ല പറയുക. ഒറ്റ കാര്യമുള്ളൂ, സിപിഎമ്മിനെതിരെ ഇപ്പോൾ നടത്തിയ ആരോപണം. ഞാൻ തിരിച്ചൊരു ചെറിയൊരു കാര്യം ചോദിക്കാം. ഈ ആരോപണം ശരിയോ തെറ്റോ എന്നൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത്, ഇദ്ദേഹം ബിജെപിയിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്താണ്, ഇപ്പോ അദ്ദേഹത്തിന്റെ ആസ്തി എന്താണ് എന്ന് എന്റെ മുമ്പിലെ മാധ്യമങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. ഞങ്ങളുടെ എല്ലാവരും അന്വേഷിച്ചോ, പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് വേണം സിപിഎമ്മിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ. സിപിഎമ്മിന്റെ അക്കൗണ്ട് ഇങ്ങനെ മറച്ചു വെച്ചൊരു സാധനമൊന്നുമല്ല. സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് ആർക്ക് എപ്പോ വേണമെങ്കിലും പോയി പരിശോധിക്കാൻ പറ്റുന്ന അക്കൗണ്ട് തന്നെയാണ്. ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ ഇന്ത്യൻ ബാങ്കിൽ, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ബിജെപിയുടെ ദുരൂഹമായ ഇത്തരം കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് സിപിഎമ്മിനെ നോക്കിക്കാണുന്നത് അത് അദ്ദേഹത്തിന്റെ മനോനിലയുടെ പ്രശ്നമാണ്. അദ്ദേഹത്തിന് മാത്രമേ ചേരുള്ളൂ. പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുതൽ അല്ലെങ്കിൽ LC സെക്രട്ടറിമാർ മുതൽ ഒരു ഭൂസ്വത്തോ മറ്റോ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പ്രത്യേക പെർമിഷൻ എടുക്കണം. അത് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പാർട്ടി മെമ്പർമാർക്കും ബാധകമായ കാര്യമാണ്. എന്ത് സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളെല്ലാം യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ വാങ്ങിക്കുന്നത് എന്നത് കൃത്യമായി ഏത് തലത്തിലാണോ ഏത് ഘടകത്തിലാണോ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആ ഘടകത്തിൽ എഴുതി കൊടുത്ത് ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടി അംഗങ്ങൾ മുതൽ മേലേത്തട്ടിലുള്ള എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനാപരമായ തത്വം. അത്തരത്തിലുള്ളൊരു നിലപാട് ബിജെപിക്ക് ഉണ്ടോ? മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടോ? അതാണ് ഞങ്ങളുടെ എല്ലാം പാർട്ടി പ്രവർത്തനങ്ങളുടെ രീതിയും പരിശോധനയും. ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട മാർഗത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സമ്മാനമായി സ്വീകരിച്ചാൽ പോലും അത് പരിശോധിക്കുന്ന പാർട്ടിയാണ് സിപിഎം. ആ പാർട്ടിക്കെതിരെയാണ് ഇപ്പോ ഇന്ത്യ രാജ്യത്തിനെ തന്നെ വിറ്റ് കൊള്ളയടിക്കുന്ന ബിജെപിയുടെ ഒരു നേതാവ് ഞങ്ങൾക്കെതിരെ വല്ലാതെ ആരോപണം ഉന്നയിക്കുന്നത്. ഓവർസീസ് കമ്പനിയുടെ എല്ലാം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് തന്നെ, ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഗവൺമെന്റിന്റെ നിലപാട് കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കാൻ മുതിരുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനി
ഏതെങ്കിലും ഒരു സ്ഥാപനം ബി.ജെ.പിയെ പോലെ കോൺഗ്രസിനെ പോലെ സ്വാധീനിക്കാൻ CPM-ന് കഴിയുമെന്ന് ഈ രാജ്യത്ത് ഒരാളും വിശ്വസിക്കില്ല. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. ഞങ്ങളെ അറിയുന്നവർ, ഞങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളവർ ഇത്തരം ആരോപണങ്ങളെയെല്ലാം പുച്ഛിച്ച് തള്ളും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കച്ചവടത്തിലാണ് താല്പര്യം. അതുകൊണ്ട് രാഷ്ട്രീയം പറയില്ല. രാഷ്ട്രീയം പറയാതെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുക. അത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇതിനു മുമ്പൊരു പത്രസമ്മേളനത്തിൽ വ്യക്തിപരമായി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്നെ തേജോവധം ചെയ്യാനൊക്കെ അദ്ദേഹം മുതിരുന്നു കണ്ടു. ഞാനത് തിരിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ജില്ലയിൽ തന്നെ പൊതുപ്രവർത്തനം നടത്താൻ കഴിയില്ല. അത്തരത്തിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും പറയാതിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ അന്തസ് ഉള്ളതുകൊണ്ടാണ്. അതല്ല പൊതുപ്രവർത്തന രീതി, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ജനം മനസ്സിലാക്കിക്കോട്ടെ. ജനം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തെ വിലയിരുത്തുന്നുണ്ട്. അത് അവർക്ക് വിട്ടുകൊടുക്കുക. ഇവിടെ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാപരമായിരിക്കണം. ബി.ജെ.പിയും കോൺഗ്രസും ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ചെയ്തു പോകുന്ന ഒരു പാർട്ടിയാണ് എന്ന് കേരളത്തിലെ CPM-നെ കുറിച്ച് അറിയുന്നവർ ആർക്കും അങ്ങനെ ഒരു ധാരണയുണ്ടാവില്ല. അതുകൊണ്ട് ബി.ജെ.പിയുടെ നേതാവിന്റെ ഇത്തരം ആരോപണത്തെയെല്ലാം വളരെ പുച്ഛത്തോടുകൂടിയും അവജ്ഞയോടുകൂടിയും തള്ളിക്കളയുക.